Good morning guys. അപ്പോൾ നമ്മുടെ വയനാട് ട്രിപ്പിന്റെ ഡേ 3 ആണെന്ന്. ഇന്നലെ ഡേ 2 ആയിരുന്നു. പിന്നെ ഇന്നലെ വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം പറയും. കാരണം നമ്മളൊക്കെ ജൈന്റ് സ്വിംഗിൽ കയറി അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്തു. അങ്ങനെ ഇവള് തളർന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഞാനും ടയർഡായി. ഇന്നലെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ ഊട്ടി പോവുകയാണ്. നമ്മൾ ഊട്ടിയിൽ പോവുകയാണ്. ഇനി പോയി റെഡി ആവണം. നല്ല തണുപ്പുണ്ട്. അയ്യോ ആ പാട്ട് എങ്ങനെയായിരുന്നു? ഊട്ടിപ്പട്ടണം ഊട്ടി മറന്നു. എനിക്കറിയത്തില്ല പാട്ട് പാടാൻ. അപ്പൊ നമുക്ക് ഇനി പെട്ടെന്ന് പോയി റെഡി ആവണം. എത്ര 7 മണി ആയി? ഇപ്പൊ തന്നെ 8 നമുക്ക് 7 മണിക്ക് ഇറങ്ങണം. ഇപ്പൊ 7:30 ആയി. ഒരു അരമണിക്കൂർ മുന്നേ ഇറങ്ങണം. റെഡി ആയിട്ടുണ്ട് എല്ലാരും. അപ്പൊ നമുക്ക് റെഡി ആയിട്ട് ഊട്ടി പോയിട്ട് കാണാം എന്ന് പറയുമ്പോ നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കാണും. പിന്നെ ബൈ ഗൈസ്. ഇതെന്താ ഗുണം ഇത് ചെയ്ത സ്ഥലം? എവിടെ പോയത്? കൊറേ പള്ളി ഒഴിവാക്കാനല്ലേ? അതല്ല അന്ന് പോയതല്ല, അതെന്തായാലും പോണെന്ന്. അത് കുടുംബക്കാരെ കാണാൻ പോയതാ. എന്നെ മടി കിടക്കടാ നീ. സോ റൊമാൻറ്റിക്. എന്നെ ആശ്വസിപ്പിച്ചാണ്. നമ്മള് അങ്ങനെ വീനസ് കിച്ചണില് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് എത്തിയായിരുന്നു. മൈപ്ലെക്സിന്റെ കിളി പോയത് കൊണ്ടാണ് എന്റെ ഡയലോഗ് ഇവിടെ വരുന്നത്. ഹലോ ഹലോ, എപ്പോഴും ഹലോ ഹലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെടുത്തില്ല. പക്ഷെ നമ്മൾ ഊട്ടി എത്തിയില്ല. വിചാരിച്ചിരുന്ന ഒരുപാട് ലേറ്റ് ആയി പോയി. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഊട്ടിക്ക് വന്ന് കയറിയ സമയം 5:30 ആയി. ഇവിടെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. രാവിലെ റെഡിയായി നേരത്തെ ഇറങ്ങുന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ നടന്നിട്ടില്ല. അപ്പോൾ ഇവിടെ എന്തായാലും എത്തിയ സ്ഥിതിക്ക് കുറച്ച് ഷോപ്സൊക്കെ കണ്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തൊക്കെ കണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ യെസ്, ഷോപ്പിംഗ് സ്ട്രീറ്റ് കാണാം. ടൈലൊക്കെ പൊട്ടി നമ്മുടെ അതായത് തുറന്ന് കാണാൻ തുടങ്ങുകയാണ്. വരാം അതാ പറഞ്ഞത്. മേടിക്കാം ഞാൻ കണ്ടിട്ടുണ്ടെല്ലാം കഴിക്കാം. ഹോട്ടൽ വേണോ? നമ്മൾ ഊട്ടി വരെ വന്നിട്ട് മാഗി കഴിച്ചിട്ട് പോകുന്നു. ഞാൻ നല്ലൊരു കൊണ്ടു കൊടുക്കണ്ടേ? ഒരു കെട്ടായിട്ട് കൊടുക്കില്ലേ? നമ്മളിവിടുത്തെ തിരക്കിൽ പെട്ടിരിക്കുവാണ്.
നമ്മൾ ഫോട്ടോ എടുത്തു 20 കിലോമീറ്റർ താണ്ടി തണ്ണി കപ്പൻ കഴിക്കാൻ. ഊട്ടി വാട്ടർമെലൺ. ഊട്ടിയിലെ അങ്ങനെ വില കുറച്ചാണെങ്കിൽ ഫ്ലവർ മേടിക്കുന്നത് 6000 രൂപ ഡീസലിന് ഫ്ലവർ മേടിക്കുന്നത്. ഗൈസ് നമ്മൾ മാഗി കഴിക്കാൻ വേണ്ടി ആവി പോണത് കണ്ടോ? ഊട്ടി വരെ എത്തി. ഊട്ടി മാഗി കഴിക്കാൻ ചൂടില്ല, പൊള്ളിയല്ലേ? അല്ല ഇല്ലേ, പക്ഷെ നല്ല ആവി പറക്കുന്നുണ്ട്. കൊള്ളാം. അങ്ങനെ പിന്നെ ഒരു തുണിക്കടയിലോട്ട് കയറിയിട്ടുണ്ട്. തുണിക്കടയുടെ മേളമാണെന്ന് തോന്നിട്ട് ഫുള്ള് ഷോപ്പ് ചെയ്യാൻ വേണ്ടി വന്ന ട്രിപ്പാണ്. ഒക്ടോപ്പസ് ഉണ്ട്, ഒക്ടോപ്പസ് ഉണ്ട്. ടിബറ്റൻ നമ്മള് പാർക്കിങ്ങിനോട്ട് പോകത്തില്ലേ, വലുത്, നല്ല നീളമുള്ളത് ആണ്. പാർക്കിങ്ങിനോട്ട് പോകുമ്പോഴത്തേക്കും വാങ്ങുന്നത് റൈറ്റ് സൈഡിലുണ്ട്. ഞാനത് വാങ്ങാൻ അങ്ങനെ അവസാനം അത്ഭുതം തന്നെ. എങ്ങനെ സംഭവിച്ചു? 10-15 മിനിറ്റായി. ഓഹോ, നെക്സ്റ്റ് വല്ലതും കേട്ടോന്തോ ചെരുപ്പ് നോക്കുന്നു പറഞ്ഞില്ലേ? 4 ദിവസമെങ്കിലും വേണ്ടി വരും ഷോപ്പിങ്ങിന് മാത്രം ഒരു 3 ദിവസം വേണ്ടി വരും. കയറിയാലും കട പൂട്ടിക്കുന്നത് വരെ ഷോപ്പ് ചെയ്യും എന്നുള്ള മൈ ഫ്ലേക്സ് ഈ കടയിലും കയറുന്നു, കട പൂട്ടിക്കുന്നത് വരെ. ബണ്ണിയുണ്ട്. ഇത് ഇവിടെ നിന്നല്ല, ഇത് 6000ക്കും ഒരു ചണ്ഡീഗറിൽ നിന്ന് എത്തിച്ച സാധനമാണ് കേട്ടോ. നിനക്ക് ഓർമ്മ കാണില്ല. കയറി കടയിൽ നോക്കി നോക്കാം. ചെറിയ സംഭവങ്ങളുണ്ടോ? അയില കൂട്ടി ഇത് ഒരെണ്ണം വാങ്ങിച്ചാലോ എന്ന് ആലോചിക്കുന്നു കേട്ടോ. അല്ല, ആൽമരം വെക്കാനേ. അവിടെ റിസോർട്ട് ആയതുകൊണ്ട് ഇങ്ങനെ സംഭവം വെക്കുന്ന കൊള്ളായിരിക്കുന്നു. ആക്ച്വലി ഗൈസ് ഇത് 4 ദിവസത്തെ ട്രിപ്പായിരുന്നു. 2 ദിവസം നമുക്ക് ട്രാവലിങ്ങിന് പോയി, ഒരു ദിവസം നമ്മള് നന്നായിട്ട് സ്പെൻഡ് ചെയ്തു, കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു. ഇന്നത്തെ ദിവസം OT ട്രിപ്പായിരുന്നു. അത് പിന്നെ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയി പോയി. അപ്പൊ നാളെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്, ട്രിവാൻഡ്രത്ത് പോവാണ്. അപ്പൊ നാളെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? നാളെ 1-2 ചെറിയ പ്ലാൻസ് ഉണ്ട്. അതായത് പോണ വഴിക്കുന്ന കോഴിക്കോട് ഇറങ്ങണം, പർച്ചേസ് പാരഗൺ ഫുഡ്, പിന്നെ അല്ലെങ്കിൽ റഹ്മത്ത് ഫുഡ്, പിന്നെ നമ്മുടെ തൃശ്ശൂരിൽ പോയി അംബിസ്വാമിയുടെ വക ബോളി പായസം. നടക്കില്ലെന്ന് കണ്ടറിയാം. നമ്മള് പ്ലാൻസ് ഇടും, ചിലപ്പോ നടക്കുമായിരിക്കും. അപ്പൊ ഗൈസ് നമ്മൾ പോയി കിടന്ന് ഉറങ്ങട്ടെ, നല്ല ടയർഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്. The next day. ബണ്ണ് കഴിക്കുവാണ്, വാൾനട്ട്. ജലജ ബേക്കറിയിൽ പോയിട്ട് കിട്ടിയില്ല. അവര് ചുമ്മാ ഡിമാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 മണിക്ക് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്തോ പന്നി കിട്ടും സീൻ സാധനം കേട്ടോ. നല്ല സാധനം, സൂപ്പർ ആയിട്ടുണ്ട്. നമ്മൾ ഇതും കഴിച്ച് എങ്ങോട്ട് പോവാണ്? നേരെ വീട്ടിലോട്ട് പോവാണ്. ഇല്ല, നമ്മുടെ കോഴിക്കോടിലോട്ട്. ശരിയാണ്, കോഴിക്കോട് പോകണം. നിങ്ങൾക്ക് ടാപ്പിംഗ് ചെയ്യണ്ടേ? നമ്മൾ എത്ര മണിക്ക്? 1 മണി. 1 മണിയാണല്ലേ. നമ്മൾ എത്ര മണിക്ക് തിരിച്ചു? 10 മണി. ഇൻട്രോ എടുത്തിട്ടില്ല. നമ്മള് നേരെ അപ്പോ രാവിലെ എണീറ്റ ഉടൻ തന്നെ ബണ്ണം വെച്ച് കോഴിക്കോട് പോവാണ് ഷോപ്പിങ്ങിന്. ഇന്ന് വയനാട് ട്രിപ്പ് ഡേ 4 ആണ് ഗൈസ്. നമ്മള് വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു. സാധനം കേട്ടോ. അപ്പൊ ശരി, അവിടെ എത്തിയിട്ട് കാണാം. ബൈ. അപ്പൊ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പാരഗണിൽ വന്നിട്ടുണ്ട്. കട്ട തിരക്കാണ്, സോ വെയിറ്റിംഗിലാണ്. ചിക്കൻ ബിരിയാണി കിട്ടും. സോ അപ്പൊ പോയി കഴിക്കട്ടെ. പാരഗൺ. ബൈ. അത് വെച്ചിട്ട് നിനക്ക് അയ്യോ, അത് ഞാൻ ആക്ച്വലി ലാസ്റ്റ് ഒരു കോഡ് ബ്രേക്ക് ആയി. അതുകൊണ്ടാണ് ചിക്കൻ ഡേറ്റ്. ഫുഡ് വന്നു. ഫുഡ് നമ്മളെന്തൊക്കെ ഓർഡർ ചെയ്ത്? ചിക്കൻ, മട്ടൺ, പിന്നെ മീൽസ്. അതെടുത്തു ഫുള്ള്.
ചെയർ പോലെയല്ലേ സോഫയോ നീ വാനിലല്ലേ പറഞ്ഞത് രണ്ടും പറഞ്ഞു. ഹലോ, അപ്പൊ നമ്മൾ മുട്ടായി തെരുവിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഷോപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ. എങ്ങനെയുണ്ട് മുട്ടായി തെരുവ്? നല്ല തിരക്ക്. ടോപ്പ് 500, 4 ടോപ്പ് 500, 4 പലാസ 500, 4 400, 4 കാട ഒരു വെറൈറ്റി. ഓ വീഡിയോ ഓണാണ്. മിഠായി തെരുവിന്റെ തിരക്കിന്റെ ഇടയിൽ കൂടെ നടക്കുകയാണ് പാവം ഞാൻ. നമ്മളിപ്പോൾ കാണുന്നത് ജിജോ ചേട്ടനും ഐശ്വര്യയും തമ്മിലുള്ള സംഭാഷണമാണ്. ഒന്നും കേൾക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും തിരക്കാണ്. മിക്കവാറും ഈ പോർഷൻ ഐഷു വീഡിയോ ഒന്ന് കട്ട് ചെയ്യുന്നതാണ്. ഓ പക്ഷെ ഭയങ്കര തിരക്ക് കേട്ടോ. ഓ പക്ഷെ നമുക്ക് ഇത് ആക്ച്വലി ക്വാളിറ്റി കൊള്ളായിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ കോഴിക്കോട് ഫേമസ് ഹൽവ വാങ്ങാൻ പോവുകയാണ്. ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഹൽവ. പക്ഷെ ഞാൻ അത്ര ഹൽവ ഫാനല്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഗൈസ്? ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഏത് വെറൈറ്റിയാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്നും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കോഴിക്കോട് എൻ്റെ പൊന്നു എത്ര എണ്ണം വെച്ചേക്കുന്നത്. ശരിയാണല്ലേ. നീ മസ്കൂത്ത് അൽവ എനിക്ക് വീട്ടിലത്തേക്ക് അത് പച്ച. എങ്ങനെയുണ്ട്? ഞാൻ കഴിക്കാം. നീ വേണ്ടേ? അങ്ങനെ ഷോപ്പിംഗ് എന്തായി? ഷോപ്പിംഗ് ഒന്നും ആയിട്ടില്ല. 1 മണിക്കൂറാണ് തന്നിട്ടുള്ളത്. ഇത്രയും സ്ഥലത്ത് ഓടി നടന്നു. 1 മണിക്കൂർ തന്നിട്ടാണ്. ആ രസമുണ്ട്. 1 മണിക്കൂറിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെട്ടാ? കൊള്ളാം. ഇല്ല നമുക്ക് ഇതേപോലെ ഈ മോഡലിൽ ഒന്നുകൂടെ എടുക്കണം. ബാ അവിടെയും കണ്ടോ നീ? ഓ ഓക്കേ, അതാണോ ഇത്? കണ്ട ഒരു സെക്കൻഡ് ചേട്ടാ, അതുകൂടെ ഒന്ന് എടുക്കണേ. അതും കൂടെ ഒന്ന് എടുക്കണേ ചേട്ടാ. ഇതും വേണേ. ഇതുമായിട്ടൊന്ന് എടുക്കണേ. ആ അങ്ങനെ നമ്മൾ മുട്ടായി തെരുവിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എവിടെ എത്തി? ഹോട്ടൽ എനിക്ക് തിരിയാൻ വയ്യ. സ്വപ്നം. അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് എവിടെയാ പായസം കുടിക്കാൻ പോണെന്ന് പറഞ്ഞല്ലോ. നമ്മൾ അമ്പിസ്വാമിന്ന് പായസം കുടിക്കാന്ന് വിചാരിച്ചു തൃശ്ശൂരിൽ. പക്ഷെ ഇപ്പൊ തന്നെ സമയം 6:15. നമ്മള് മലപ്പുറം വിട്ടില്ല. മലപ്പുറം ഔട്ട്സ്കേർട്സിൽ നിൽക്കുന്നതാണ്. നമ്മൾ എത്തൂല. അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു. ട്രിവാൻഡ്രത്തേക്ക് വിടുവാണ്. അപ്പോ നമ്മുടെ ഈ കുട്ടി വ്ലോഗ് അല്ല, ഒരു വൻ നെടുനീളം വ്ലോഗ്. നെടുനീളമൊന്നുമല്ല, വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ എത്ര സമയം. അപ്പൊ നമുക്കൊരു ആവറേജ് സൈസ് ആണെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ഫ്ലിക്സ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. ബൈ ബൈ.